മക്കീ സൂറകളിൽ 206 ആയത്തുകളുള്ള ഈ അദ്ധ്യായം മക്കയിൽ അവതരിച്ച സൂറകളിൽ ഏറ്റവും വലുതാണ്. അൻആം സൂറത്തുൽ അൻആം അവതരിച്ച, നേരത്തെ നമ്മൾ പഠിച്ച സൂറ അവതരിച്ച അതേ കാലയളവിൽ തന്നെയാണ് ഏകദേശം ഈ സൂറയും അവതരിച്ചിട്ടുള്ളത്. ഈ സൂറ മുഴുവൻ ഒന്നിച്ച് അവതരിച്ചു എന്നാണ് പ്രബലമായ വീക്ഷണം. എന്നാൽ 162 മുതൽ 171 വരെയുള്ള ആയത്തുകൾ മദീനയിൽ അവതരിച്ചതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഈ സൂറയുടെ 46-48 ആയത്തുകളിൽ അഅറാഫിലുള്ളവരെ കുറിച്ച പരാമർശമുള്ളത് കൊണ്ടാണ് ഈ സൂറക്ക് ആ പേര് വന്നത്. വമിനൽ അഅറാഫി റിജാലുൻ. ഉറുഫിൻ്റെ ബഹുവചനമാണ് അഅറാഫ്. ഉറുഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാളികപ്പുറം, ഉന്നത സ്ഥലം, ബംഗ്ലാവിൻ്റെ മേൽത്തട്ട്, അതുമാതിരി ഇപ്പോൾ ഈ പൂവങ്കോഴിയുടെ ഈ കൂക്കൊക്കെ ഉണ്ടല്ലോ, അതിന് ഉറുഫ് എന്ന് പറയും. അതിൻ്റെ ബഹുവചനമാണ്. അതായത് ഹൈ ലെവലിലുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ്. അങ്ങനെയാണ് ഇതിന് ഈ പേര് വരുന്നത്. ഈ സൂറ അൻആമിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് ഈ സൂറയിലും വരുന്നത്. പക്ഷെ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ കുറേ കൂടി വിപുലമായും വിശദമായിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അൻആമിൽ നമ്മൾ പറഞ്ഞ ആ വിഷയം തന്നെ മനുഷ്യോൽപ്പത്തി, മനുഷ്യ ചരിത്രം ഇതുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ സൂറയിൽ. അള്ളാഹു മനുഷ്യരെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയ കാര്യമൊക്കെ അൻആമിൽ അതിൻ്റെ ചെറിയ രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ അത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുമാതിരി അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ സത്തയുമായി ചേർന്നതാണ് എന്ന് അൻആമിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ആ സംഗതികളൊക്കെ. അതായത് മൊത്തം നമ്മൾ പറയാൻ വെച്ചാൽ ഇസ്ലാമിൻ്റെ മൗലികമായ ആശയങ്ങളാണ് അൻആമിലും ഇതിലും പറയുന്നത്. അത് വേറൊരു കാഴ്ചപ്പാടിലൂടെ പറയുന്നു, വേറൊരു കോണിലൂടെ നോക്കിക്കണ്ട് പറയുമ്പോൾ ഇത് വേറൊരു കോണിലൂടെ ആണ് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു, നിസായി റിപ്പോർട്ട് ചെയ്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്, ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തിൽ മഗ്രിബി ഫി സൂറത്തിൽ അഅറാഫ് ഫറഖഹ ഫി റകഅത്തൈൻ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഗ്രിബ് നമസ്കാരത്തിൽ ഈ സൂറത്തുൽ അഅറാഫ് പാരായണം ചെയ്തു 2 റക്അത്തുകളിലായി. നമ്മൾ വിചാരിക്കേണ്ട ഈ മഗ്രിബിക്ക് വന്ന ചെറുത് മാത്രമേ ഓതാൻ പാടുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. അലിഫ് ലാം മീം സ്വാദ്, അതായത് ഇത്തരം മുറിഞ്ഞ അക്ഷരങ്ങൾ, ഹുറൂഫുൽ മുഖത്തഅ എന്നതിന് പറയാം, മുറിഞ്ഞ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട്, ആലു ഇമ്രാനിലും നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. 29 സൂറകളിലായി 29 അധ്യായങ്ങളിലായി 14 അക്ഷരങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. 29 അധ്യായങ്ങളുടെ തുടക്കം ഈ മുറിഞ്ഞ അക്ഷരങ്ങളെ കൊണ്ടാണ്. അലിഫ് ലാം മീം, ഇവിടെ അലിഫ് ലാം മീം സ്വാദും ഉണ്ട്. എന്നാൽ ഇത്തരം ഈ അക്ഷരങ്ങളുടെ അർത്ഥം എന്താണ്, ആശയം എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും അങ്ങനെ കൃത്യമായിട്ട് വന്നിട്ടില്ല. എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ ഒരു വിഭാഗം പറയുന്നത് പ്രാചീനമായ അറബി സാഹിത്യത്തിൽ ഈ ഒറ്റയക്ഷരങ്ങൾക്ക് സവിശേഷമായ അർത്ഥമുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നുണ്ട്, പത്വ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ അത് പാമ്പിൻ്റെ രൂപമുണ്ടതിന്. അതുമാതിരി അലിഫ് എഴുതുമ്പോൾ അതിന് ഗോവിൻ്റെ, പശുവിൻ്റെ മുഖത്തിൻ്റെ രൂപമുണ്ട്. അങ്ങനെ ചില അക്ഷരങ്ങൾക്കൊക്കെ ഇപ്പോഴും ചിലരൊക്കെ അങ്ങനെ ചില സംഗതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ത്വാഹ എന്നൊക്കെ പറയുമ്പോൾ, ത്വാസീം മീൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ മൂസാ നബിയുടെ വടി പാമ്പായ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അതിന് നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു പാമ്പ് പത്തി നിൽക്കുന്ന പോലെ തോന്നും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും ഇങ്ങനെ അർത്ഥങ്ങളുണ്ടായിരുന്നു അത്രേ. അതായത് ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിത്രലിപികളാവുമല്ലോ, അതിൽ നിന്നാവുമല്ലോ പിന്നീടും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് അതിൽ ഏതൊക്കെ അക്ഷരത്തിന് ഏതൊക്കെ അർത്ഥമാണെന്ന് അത് അജ്ഞാതമാണ് ആ സംഗതികൾ. അത് അങ്ങനെ ഒരു വീക്ഷണം, അതൊക്കെ ഓരോ വീക്ഷണങ്ങളായിട്ട് എടുക്കേണ്ടതുള്ളൂ. വേറെ ചിലരുടെ വീക്ഷണത്തിൽ ഈ അക്ഷരങ്ങൾക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ഈ ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഹേയ് എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ്. അതായത് ഈ സൂറയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. അപ്പോൾ ബാക്കിയുള്ളതിലേക്കൊന്നും ശ്രദ്ധ വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ കുടുങ്ങും ചെയ്യും. അങ്ങനെയൊരു പ്രശ്നമുണ്ട്.
വേറൊരു വീക്ഷണം എന്ന് പറയുന്നത് ഈ ഖുർആനിലെ ഈ ഒറ്റയക്ഷരങ്ങൾ അത് ഖുർആനിൻ്റെ അമാനുഷികതയെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആരൊരു ഗ്രന്ഥം എഴുതാലും ഈ അറബിയിലെ ഈ അക്ഷരങ്ങളെ കൊണ്ട് തന്നെ എഴുതണം. പക്ഷേ അള്ളാഹു പറയുന്നതൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊന്നും നിങ്ങൾക്ക് വിരചിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായാലും ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ അക്ഷരങ്ങൾ എന്ന് അങ്ങനെ ഒന്ന് കുറേ കൂടെ നല്ല യുക്തിഭദ്രമായിട്ട് തോന്നുന്ന ഒരു സംഗതി അതാണ്. ഇപ്പോൾ ഈ അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആ അക്ഷരങ്ങൾക്ക് തന്നെ ചില ഇത് പറയുന്നുണ്ട്, വ്യാഖ്യാനം പറയുന്നുണ്ട്. ഒന്ന് അലിഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അകാരം, ലാം എന്ന് പറയുമ്പോൾ നാവ് കൊണ്ട് ഉള്ള ഉച്ചാരണം, മീം എന്ന് പറയുമ്പോൾ ചുണ്ടുകൊണ്ട്. അതായത് ഈ മനുഷ്യൻ്റെ വായ കൊണ്ട് ഉച്ചരിക്കുന്ന എല്ലാ സംഗതികളും ഈ 3 സംഗതികളിൽ കൂടെ വരിക. അതുമാതിരി സ്വാദ് എന്ന് പറയുമ്പോൾ ഇതിലത്തെ കസസുകൾ, ചരിത്രങ്ങൾ ഇതിൽ പറയുന്ന അതിനെയും സൂചിപ്പിക്കുന്നു എന്ന് അങ്ങനെ ഒരു വീക്ഷണം. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഇതിനെങ്ങനെ സമീപിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ അലിഫ്ലാം ഈ ഇങ്ങനത്തെ ഈ അക്ഷരം പറഞ്ഞിട്ടുള്ള തുടക്കമൊക്കെ ഈ കിതാബിനെ കുറിച്ച് അതിനോട് റിലേറ്റഡ് ആയിട്ട് കുറിച്ചിട്ടാണ്. കിതാബുൻ ഹുക്കിമത്ത് ആയാത്തു ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഇങ്ങനെയാണ്. അതില്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് പറയാം. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ അറിവെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന തിരിച്ചറിവാണ്. അറിയില്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. അവിടെ ആദ്യം നമ്മളെ കൊണ്ടു നിർത്തുന്നതായിട്ട് നമുക്ക് തോന്നുക. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ് അള്ള ഈ അറിയിപ്പിക്കുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടു നിർത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ചില പാരായണങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം ഇത് ഖുർആൻ ദൗരി എന്ന് പറയുന്ന പാരായണമാണ്. ഈ പാരായണ രൂപത്തിൽ ഈ അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുന്നത് ഒരായത്തല്ല. അതിൽ ഈ മുറിഞ്ഞ അക്ഷരങ്ങളൊന്നും ഒരായത്തായിട്ട് എണ്ണിയിട്ടുണ്ടാവില്ല. അതൊക്കെ മറ്റേ ആയത്തിൻ്റെ കൂടെയാണ് എണ്ണിയിട്ടുണ്ടാകുക. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ദൗരി എന്ന് പറയുന്ന മുസാഫിൽ 6214 ആയത്തേ ഉണ്ടാവുള്ളൂ. നമ്മൾ 6200 ഈ മുസാഫിൽ 6236 ആയത്തുണ്ടാവും. അപ്പോൾ ഈ ആയത്തുകളുടെ എണ്ണം അതിൽ കുറയുമ്പോൾ ആയത്ത് എവിടേക്കും പോയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ 2 ഉള്ളത് ഒന്നായിട്ട് എണ്ണിയിട്ടുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇതാകും, എന്താ ഖുർആനിൽ വേറെ ആയത്ത് എവിടേക്കേ പോയി എന്നൊക്കെ നോക്കും. പക്ഷെ അങ്ങനെയല്ല അത് ഉണ്ടാവുക. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് 6214 ആയത്തേ അതിൽ ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ് ഈ അക്ഷരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. കിതാബുൻ ഉൻസില ഇലൈക്ക, ഇത് താങ്കളിലേക്ക് ഇറക്കപ്പെട്ട കിതാബാണ്. താങ്കളുടേക്ക് ഇറക്കപ്പെട്ട ഈ കിതാബ്, ഈ കിതാബിനെക്കുറിച്ച് ഫലായക്കുൻ ഫി സ്വദരിക്ക, താങ്കളുടെ സ്വദറിൽ ഉണ്ടാവേണ്ടതില്ല ഹറജുൻ, പ്രയാസമുണ്ടാവേണ്ടതില്ല. അതായത് നമ്മൾ ഈ മനസ്സ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ താങ്കളുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല എന്ന് പറയുമ്പോൾ എന്താ ഈ പറയുന്നത് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. എന്താ ഈ പറയണത്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ സൂറ അവതരിക്കുന്നത് ഏറെക്കുറെ ഹിജ്റക്കടുത്ത കാലത്താണ്. അതായത് മക്കയിലുള്ള ഈ ജനങ്ങളോടുള്ള പ്രബോധനം നിർത്തിവെച്ചിട്ട് ഇനി അത് മദീനയിലേക്ക് തിരിയാൻ പോവുകയാണ്. ഈ മക്കയിൽ ഈ പ്രബോധനം കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതിയൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അതായത് ഈ ഹിജാസ് എന്ന് പറയുന്നതിൽ 3 പട്ടണങ്ങളാണ് പ്രധാന പട്ടണങ്ങൾ. ഒന്ന് മക്കയാണ്, മറ്റൊന്ന് ത്വായിഫാണ്, മദീനയാണ്. ഈ മക്കയിലെയും ത്വായിഫിലെയും ഏറെക്കുറെ കഴിഞ്ഞിരിക്കണം. ഇനി അത് മദീനയിലേക്ക് തിരിയാൻ പോവുകയാണ്. അപ്പോൾ റസൂലിനുള്ള വലിയൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, റസൂലിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഖുർആൻ പ്രാക്ടീസ് ചെയ്യാൻ, പ്രയോഗവൽക്കരിക്കാൻ ഈ മക്കയിൽ കഴിഞ്ഞിട്ടില്ല. ഈ പറച്ചിൽ എന്നല്ലാതെ ഈ ഖുർആൻ്റെ ഏതെങ്കിലും ഒരു സംഗതി പ്രയോഗവൽക്കരിക്കാൻ, ഒരു സമൂഹത്തിൽ പ്രയോഗവൽക്കരിക്കാൻ റസൂലിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ കൽബ് ഉപയോഗിക്കാതെ സദർ ഉപയോഗിക്കുന്നത്. അതായത് ഇത് പ്രയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഭാരം റസൂലിനുണ്ട്. അതുമാതിരി ഈ ആളുകൾ ഏറ്റവും അധികം ഈ ഇസ്ലാമിനെ ഏറ്റവും അധികം മനസ്സിലാക്കിയ ആളുകൾക്കാണ് മറ്റുള്ളവർ ഈ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുക.
കാരണം ഈ സമൂഹത്തിൻ്റെ പോക്ക് ശരിക്ക് അവർ കണ്ണിൽ കാണുന്നു. അപ്പോൾ അവർക്ക് ഈ സമൂഹത്തിനെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് തന്നെ വലിയ ഉത്കണ്ഠകളുണ്ടാവും. അത് ഏറ്റവും അധികം കൂടുതലുണ്ടാവുക റസൂലുമാർക്കും നബിമാർക്കും ഒക്കെയാണ്. അത് ഏറ്റവും കൂടുതൽ ആ സംഗതി റസൂലിനുണ്ട്. പിന്നെ ഇത് പ്രയോഗിച്ചു കാണിക്കുമ്പോഴാണ് ആളുകളിലേക്ക് ഇത് കൂടുതൽ എത്തുക. നമ്മൾ ഈ പറച്ചലിനേക്കാൾ കൂടുതൽ പ്രയോഗത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ മൂല്യങ്ങൾ കൂടുതൽ ആളുകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ പരിപാടി ഈ മക്കയിൽ നടക്കുന്നില്ല. അപ്പോൾ റസൂലിനെ വല്ലാതെ അത് മതിക്കുന്നുണ്ട്. അതാണ് ഹറജ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പ്രയാസം എന്ന് പറയുമ്പോൾ ഒരു സംഗതിയെ പ്രയോഗവൽക്കരിക്കുന്ന അത് അസാധ്യമാകുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതാണ് ഹറജ്. അതാണ് ഈ സദർ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ സദർ എന്ന് പറയുമ്പോൾ അത് പ്രയോഗവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ആ മനസ്സ് ആണ് സദർ. അപ്പോൾ അത് താങ്കൾക്ക് വേണ്ടതില്ല എന്നാണ്. അപ്പോൾ റസൂലിന് വാസ്തവത്തിൽ എന്താ ചോദിച്ചാൽ ഇവിടെ ഒരു പ്രതീക്ഷ റസൂലിന് അള്ളാഹ് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടതില്ല, താങ്കൾക്ക് അത് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ അതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു എന്താണ് ഈ വേദം അവതരിപ്പിക്കുന്നതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളതാണ്. അത് തുന്തിറബിഹി, ഇതുകൊണ്ട് മുന്നറിയിപ്പ് നൽകണം. ആർക്ക്? മനുഷ്യർക്ക് മുഴുവൻ മുന്നറിയിപ്പ് നൽകണം. ഇത് അള്ളാഹു കൊടുത്ത വാഗ്ദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒരു സംഗതി. അത് ആദമിനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഫുൽ നഹ്ബിത്തു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഈ ഹുദ വരുമ്പോൾ അതിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്ന് അള്ളാഹു കൊടുത്ത ആ വാഗ്ദാനത്തിൻ്റെ പുലർച്ചയാണ് ഈ വേദാവതരണം, പ്രവാചകൻ്റെ നിയോഗമൊക്കെ. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഇതിന് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വദിക്റാലിൽ മുഅ്മിനീൻ എന്നാണ്. അത് മുഅ്മിനീങ്ങൾക്ക്, അത് നമ്മൾ മലയാളത്തിൽ ഉത്ബോധനം എന്ന് പറയുമ്പോൾ അത് കേവലമായൊരു ഓർമ്മിപ്പിക്കലിൽ നിൽക്കുന്നതല്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊരുത്തിൽ പറയണ്ടല്ലോ, യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വ ഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇവർക്കത് പാരായണം ചെയ്തു തുടങ്ങി. തല എന്ന് പറയുമ്പോൾ തന്നെ കേവലമായ ഒത്തല്ല, മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ച് വേറൊന്നിനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഈ തിലാവത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വേറെ ഖുർആനിൽ വേറൊരുത്തിൽ അത് പറയുന്നുണ്ട്, അത് ഓർമ്മയില്ല. അതല്ല യത്ലു അലൈഹിം ആയാത്തിഹി, ഈ ആയാത്തുകളെ അവർക്ക് തിലാവത്ത് ചെയ്യുകയും അവരെ സംസ്കരിക്കുകയും അവരെ പഠിപ്പിക്കുകയും വ ഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതായത് വഴികേടിലായ ഒരു സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിക്കുക. അതാണ് ദിക്റാലിൽ മുഅ്മിനീൻ. അത് മുഅ്മിനീങ്ങൾക്ക് അത് ചെയ്യൽ, അത് ഈ വിശ്വസിച്ചതിൻ്റെ ശേഷം നടക്കുന്ന ഒരു സംഗതിയാണ്. മുന്നറിയിപ്പ് എല്ലാവർക്കുമാണെങ്കിലും ഈ പരിപാടി ഇത് വിശ്വസിച്ചവർക്ക് മാത്രമാണ് നടക്കുക. ആ രണ്ട് സംഗതികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് റസൂലിനോട് പറയാം. അപ്പോൾ റസൂലിനോട് പറയണത് എന്താ ചോദിച്ചാൽ, സൂറത്തുൽ കഹ്ഫിലൊക്കെ പറഞ്ഞല്ലോ, ഫല അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം മിൻ ലൻ യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാന്ന്. ആൾക്കാർ വിശ്വസിക്കണില്ല എന്ന് കണ്ടിട്ട് നീ അതിൻ്റെ പിന്നാലെ കടന്ന് ജീവൻ കളയൊന്നും വേണ്ട. അതായത് അള്ളാഹു കൃത്യമായ അറിവോടെ തീരുമാനത്തോടെ ഉണ്ടാക്കിയ ഈ സംഗതികൾ, അതിൽ നമ്മളുടെ വൈകാരികത ഒന്നും കടന്നിട്ട് വല്ലാതെ കടക്കേണ്ട കാര്യമില്ല. നമ്മളോട് എന്താണോ ഡ്യൂട്ടി ഏൽപ്പിച്ചത് അത് ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഈ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പതിയെ അതങ്ങ് പോയിക്കോളും. ബേജാറും വെപ്രാളൊക്കെ അതിൻ്റെ പാട്ടിന് പോയിക്കോളും എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചു കൂട്ടി ഇടപെടാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അത് മനുഷ്യർക്ക് വിട്ടുകൊടുത്ത ഒരു കാര്യമാണ്. മനുഷ്യർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് റസൂലിൻ്റെ ഭാഗത്തു നിന്നുള്ള റസൂലിൻ്റെ ഡ്യൂട്ടിയാണ് ഈ പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താ ചോദിച്ചാൽ ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും, മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, പിന്തുടരണം. മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഈ കിതാബിനെ, ഈ ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിന്തുടരുക. അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്, മനുഷ്യന്മാർ ചെയ്യേണ്ടത് അതാണ്.
വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ, അതുമാതിരി തന്നെ മറ്റൊന്നിനെയും പിന്തുടരാതിരിക്കുക. നിങ്ങളുടെ രക്ഷകരായിട്ട് ഒന്നിനെയും അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും കാണാൻ പാടില്ല. അത് മനുഷ്യന്മാർ ഈ ഖുർആനോട് ചെയ്യേണ്ട അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അതാണ് മനുഷ്യന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാഥനിൽ നിന്ന്, സ്രഷ്ടാവിൽ നിന്ന്, പരിപാലകനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ പിന്തുടരലാണ്. അതായത് അത് വെറും കേൾക്കലോ പറയലോ വിശ്വസിക്കലോ മാത്രമല്ല. കേൾത്താലും പോരാ, പറഞ്ഞാലും പോരാ, വിശ്വസിച്ചാലും മാത്രം പോരാ, അത് അതേപടി പിന്തുടരണം. ഈ തിലാവത്തിൻ്റെ മറ്റൊരു സംഗതിയാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഇത്തിബാ, അത് ഇത്തിബാ ഉണ്ടെങ്കിലേ ഈ പറയുന്ന സംഗതി നടക്കുള്ളൂ. എന്തുകൊണ്ട് പിന്തുടരണം എന്നുള്ള ചോദ്യത്തിന് മിർ റബ്ബിക്കുന്നുള്ളതാണ് ഉത്തരം. അത് നിങ്ങളുടെ സ്രഷ്ടാവിൽ നിന്നാണ്, നിങ്ങളുടെ പരിപാലകനിൽ നിന്നാണ്, നിങ്ങളെ നിലനിർത്തുന്നവനിൽ നിന്നാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ ന്യായം. അതുകൊണ്ട് തന്നെ അതേ പിന്തുടരാൻ പാടുള്ളൂ. ഉടമയും പരിപാലകനും വിധാതാവും, അത് അവനിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ അതിനെയാണ് പിന്തുടരേണ്ടത്. ഉടമയും പരിപാലകനും വിധാതാവും ആരാണോ ആ ശക്തിക്ക് തന്നെയാണ് മനുഷ്യൻ കീഴ്പ്പെടേണ്ടത്. അതാണ് അതിൻ്റെ ന്യായം. അതായത് ഇതൊക്കെ ചെയ്യുന്നത് വേറൊരു ശക്തിയും നമ്മൾ അടിമപ്പെടുന്നത് വേറൊന്നിനുമായാൽ അതിനെയാണ് നമ്മൾ ദുൽമ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ ഷിർക്ക് എന്ന് പറയാം. ഏറ്റവും വലിയ ദുൽമ് എന്ന് പറയുന്നത്, അക്രമം എന്ന് പറയുന്നത് ഷിർക്കാണ്. മറ്റാരും മനുഷ്യരുടെ അടിമത്തത്തിന് യോഗ്യരോ അർഹരോ അല്ല എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൂമുഖത്തെ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടി ഇനി മറ്റൊരു സൃഷ്ടിക്കും പോയിട്ട് കുനിയുന്ന പ്രശ്നമില്ല. അത് എത്ര ഗംഭീരമായിട്ട് നമുക്ക് തോന്നിയാലും. മനുഷ്യന് ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാനും വിധിവിലക്കുകൾ ഏർപ്പെടുത്താനുമുള്ള അധികാരവും അവകാശവും അറിവും മനുഷ്യൻ്റെ നിർമ്മാതാവായ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെങ്കിലും അതിനുള്ള ശേഷിയും അറിയും അവകാശമൊക്കെ അള്ളാഹുവിന് മാത്രമാണുള്ളത്, വേറെ ഒന്നിനുമില്ല. അള്ളാഹുവല്ലാത്ത ഒന്നിനും മനുഷ്യൻ്റെ മേൽ ഒരു അധികാരവുമില്ല. അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായിട്ടല്ലാതെ അധികാരമില്ല. അള്ളാഹുവിന് സമാനമായി മനുഷ്യജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കാനും അവർക്ക് ധർമ്മങ്ങളും വിധിവിലക്കുകളും ആദർശ വിശ്വാസങ്ങളും അനുശാസിക്കാനും അവരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവരായി ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെയല്ലാതെ മനുഷ്യൻ ആരെയും രക്ഷകരായി സ്വീകരിക്കാൻ പാടില്ല. അതാണ് അന്ത വലിയ ഫിദ്ദുന്യ വല്ലാഹിറ. ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും മനുഷ്യരുടെ രക്ഷകൻ അള്ളാഹു മാത്രമാണ്. ഇങ്ങനെ ഈ വലിയായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പല രൂപങ്ങളിലും നമുക്ക് കാണാം. ഒന്നുകിൽ മൺമറഞ്ഞവർ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ ആയ മഹാന്മാരെന്ന് നമ്മൾ ആരോപിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് തങ്ങളുടെ ഭാഗധേയങ്ങളിൽ പങ്കുണ്ടെന്ന് വിശ്വസിച്ച് അവരോട് സങ്കടം പറയുക, പ്രയാസങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക. ഇതൊക്കെ അവരെ വലിയാക്കുന്ന ഏർപ്പാടാണ്. വിഗ്രഹങ്ങളിൽ ദൈവിക പരിവേഷം ആരോപിച്ച് വിഗ്രഹത്തോട് തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൽ, അത് വേറൊരു രൂപമാണ്. ആകാശഗോളങ്ങൾക്ക് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് തങ്ങളുടെ ഭാഗധേയങ്ങളിൽ പങ്കുണ്ടെന്ന് വിശ്വസിച്ച് അവയോട് തേടുക, സൂര്യചന്ദ്രന്മാരോട് നക്ഷത്രങ്ങളോടൊക്കെ, അത് വേറൊരു രൂപമാണ്. അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾക്ക് പ്രത്യയശാസ്ത്രങ്ങൾക്ക് തങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നതും അതിനു വേണ്ടി ജീവിതം സമർപ്പിക്കുക. പല സിദ്ധാന്തങ്ങൾക്കും പല പ്രത്യയശാസ്ത്രങ്ങൾക്കും അത് നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, സമൂഹം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് കീഴ്പ്പെടുന്നവർ. അത്തരം സിദ്ധാന്തങ്ങളുടെ സാക്ഷാത്കാരത്തിലാണ് തങ്ങളുടെയും മറ്റുള്ളവരുടെയും രക്ഷ എന്ന് വിശ്വസിക്കുക. ഇതൊക്കെ ഷിർക്കിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അള്ളാഹു അല്ലാത്തവരെ വലിയാക്കലാണ്. ഏത് രൂപത്തിൽ വന്നാലും അതൊക്കെ ആ വലിയൻ്റെ പരിധിയിലാണ് വരിക. ഇനിയിപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഇതിൻ്റെ രക്ഷകർത്തൃത്വമൊന്നും ഞങ്ങളങ്ങനൊന്നും വിചാരിക്കണില്ല എന്ന് പറഞ്ഞാലും പ്രവൃത്തിയിൽ അതങ്ങനെ സംഭവിച്ചാലും മതി, എന്നാലും അത് ഷിർക്കായി മാറും. അതായത് അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ടുള്ള ഏതു തരം പിൻപറ്റലുകളും അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരികളാക്കലാണ്. ഏതു തരം പിൻപറ്റലുകളുണ്ടായാലും അതിൻ്റെ രൂപം എന്തായാലും. അത് ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, ഇനിയിപ്പോൾ വ്യാവഹാരിക കാര്യങ്ങളിൽ ആയാലും കൊള്ളാം. അള്ളാഹു അല്ലാത്ത ആരെയും ആജ്ഞാ നിരോധനങ്ങളുടെ കേന്ദ്രമാക്കിയാൽ
അത് അള്ളാഹുവിനെ പങ്കുചേർക്കലാണ്. അത് ഇബാദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, അല്ലാത്ത കാര്യത്തിലാണെങ്കിലും കൊള്ളാം. അതായത് ഭരണാധികാരികളായാലും പണ്ഡിതന്മാരായാലും അള്ളാഹുവിൻ്റെ വിധിവിലകൾക്ക് ആ പരിധിയിലല്ലാതെ അനുസരണമില്ല. അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞു കൊടുത്ത് മാത്രമേ അനുസരണമുള്ളൂ, അതിൻ്റെ അപ്പുറമില്ല. മനുഷ്യർ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതുമായ ദീനിൻ്റെ അടിസ്ഥാനമാണ്. അതാണ് ഇത്ര വലിയ ഈ 2 സൂറകളിലും ഈ വിഷയം ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹു ഇങ്ങനെ പറയണം. കാരണം ഈ സംഗതി ഇതിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നും ഈ അള്ളാഹുവിൻ്റെ കണക്കിലേക്ക് വരില്ല, നമ്മളെ രക്ഷപ്പെടുത്തുന്ന കണക്കിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര ഗംഭീരമായിട്ട് പറയാൻ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് ഈ മനുഷ്യന്മാരെ പഠിപ്പിച്ചത് ഈ സംഗതി തന്നെയാണ്, റസൂലും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഖലീലൻ തദക്കറൂ എന്നാണ് സംഗതി. റസൂലന്മാരൊക്കെ ഇങ്ങനെ തുടരെ വരികയും അള്ളാഹുടെ പണിയൊക്കെ ചെയ്തപ്പോഴും മനുഷ്യൻ ഈ ഇത്തിബാ എന്ന് പറയുന്ന പരിപാടി ചെയ്തിട്ടില്ല. ഖലീലൻ തദക്കറൂ എന്നാണ്. അവർ മനുഷ്യന്മാരിൽ നിന്ന് വളരെ കുറച്ചേ ഈ അള്ളാഹ് പറഞ്ഞ ഈ പരിപാടി ചെയ്തുള്ളൂ. അത് ഓർത്തിട്ട് വേണ്ട നേരത്ത് അത് ചെയ്തിട്ടുള്ളവർ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് അള്ളാഹു തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. ഇന്നമാ തുന്തിറു മനിത്തബ ദിക്റ വഖശിയർ റഹ്മാൻ ബിൽ ഗൈബ്, യാസീനിൽ പറയാം. ഈ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്, അതുമാതിരി ഈ ദിക്റിനെ ഇത്തിബായ് ചെയ്യൽ, ഈ ഉത്ബോധനത്തെ പിന്തുടരൽ, അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ, ഗൈബിലായ അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് ബോധമുള്ളവർക്ക് അത് കഴിയുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഈ പ്രപഞ്ച സംവിധാനത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ശക്തിയിൽ അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് ഈ ഖുർആൻ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. അത് അടിസ്ഥാനപരമായ സംഗതിയാണ്. അതിൽ ഈ പറയുന്ന ഈ മറ്റുള്ളവരെ ആരെയും വലിയാക്കാതിരിക്കുക എന്ന് പറയുന്ന ആ വിശ്വാസവും അതിൻ്റെ പ്രയോഗവും ഉണ്ടെങ്കിലേ ഈ ഖുർആൻ കൊണ്ടും ഫലമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ നമ്മൾ ഈ വിളിക്കേണ്ട വലിയനൊക്കെ വിളിക്കുകയും ചെയ്യും, ഖുർആൻ നമ്മൾ കക്ഷത്ത് വെച്ച് നടക്കുകയും ചെയ്യും, മരിച്ചോടത്ത് ഓതാൻ കൊണ്ടുപോവുകയും ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന പരിപാടികൾ മുഴുവൻ പാഴായി പോകുമെന്നുള്ളത്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതിത്ര ഗംഭീരമായിട്ട് പറയുന്നത്. കാരണം ഈ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നല്ലാതെ നമുക്ക് ഈ ദീനിലൊന്നും കെട്ടിപ്പടുക്കാൻ പറ്റില്ല. ഇതിൽ മൊത്തം ഈ ആയത്തിൽ പറയുന്ന വിഷയങ്ങൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ സർവ്വജനങ്ങൾക്കുമായി അള്ളാഹു അവതരിപ്പിച്ച വേദമാണ്. ധർമാധർമ്മങ്ങളുടെയും വിധിവിലക്കുകളുടെയും മാനദണ്ഡമായിട്ട് എല്ലാ മനുഷ്യരും അതിനെയാണ് അവലംബിക്കേണ്ടത്. 2, ഖുർആനെ പിന്തുടരുക എന്നാൽ അള്ളാഹുവിനെ രക്ഷാധികാരിയും വിധാതാവുമായി സ്വീകരിക്കലാണ്, വലിയായി സ്വീകരിക്കലാണ്. അള്ളാഹുവിനെ വെടിഞ്ഞ് മറ്റാരെയെങ്കിലും പിന്തുടരുന്നത് നിഷിദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചെയ്യുന്നത് ആ പിന്തുടരപ്പെടുന്നവരെ രക്ഷാധികാരിയായി സ്വീകരിക്കലാണ്. അതാണ് ഇതിൻ്റെ മൗലികമായ ആശയം എന്ന് പറയുന്നത്. വക്കമ്മിൻ ഖറിയത്തിൻ, ഇനി അതിൻ്റെ അനന്തരഫലങ്ങളിലേക്ക്, ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു കയറിയിട്ട് അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു എന്ന് പറയാം. വക്കമ്മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ, അവയെ നശിപ്പിച്ചു. അതായത് മനുഷ്യർക്ക് ഇത് മുമ്പേയുള്ള ആയത്തുകളോട് ചേർന്നിട്ട് വരുന്ന, അത് മാത്രമല്ല സൂറത്തുൽ അൻആമിൻ്റെ ആശയത്തോട് ചേർന്ന് വരുന്ന സംഗതിയാണ്. മനുഷ്യർക്ക് മുന്നറിയിപ്പും വിശ്വാസികൾക്ക് ഉത്ബോധനവും നൽകുകയാണല്ലോ ഈ പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, അതാണല്ലോ. എന്നാൽ വളരെ കുറച്ച് ആളുകളെ ഈ പ്രവാചകന്മാരെ ഏറ്റെടുക്കുകയുണ്ടായിട്ടുള്ളൂ. ചരിത്രത്തിൽ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. പ്രവാചകന്മാരുടെ കൂടെയുള്ള പിന്നെ കുറച്ച് അടുത്ത തലമുറ, അങ്ങനെ കുറച്ച്. അത് ആ കാരണം കൊണ്ട് തന്നെ ചരിത്രത്തിൽ ഭൂമിയിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട സമൂഹങ്ങളെക്കുറിച്ച് പറയാം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ അറബികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന, വല്ലാതെ ഒന്നും പറയാതെ തന്നെ ഓടി വരുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിലാപ്പെട്ടതാണ് നമ്മൾ ആദ്, സമൂദ്, അതുമാതിരി ഈ ലൂത്ത് നബിയുടെ സമൂഹം, നൂഹ് നബിയുടെ ചരിത്രം, അതുമാതിരി ഫറോവയുടെ ചരിത്രം. ഇതൊക്കെ ഇവർ ഈ കച്ചവടക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സഞ്ചാരപഥങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇനി വേറെ ഏത് സമൂഹമാണെന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാതെ തന്നെ അവരിലേക്ക് പെട്ടെന്ന് ഈ സംഭവങ്ങൾ വരും.
ഈ കൂട്ടരൊക്കെ നശിച്ചത് എന്ന് പറയുന്നത് അവരുടെ ഭൗതിക പുരോഗതിയുടെ കുറവ് കൊണ്ടായിരുന്നില്ല. ഈ കൂട്ടരൊക്കെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ നിർമ്മിതികളെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ഖുർആൻ പറയാം. ഫറോവയുടെ ആ സ്തൂപങ്ങൾ, ആണിക്കാരനായ ഫറോവ, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭൗതിക പുരോഗതിയുടെ ഏറ്റവും ഉത്തുംഗതയിലാണ് ഈ കൂട്ടരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം. അതാണ് എന്താണ് ആ സംഭവത്തിൻ്റെ കാരണം. നമ്മളിപ്പം മൊത്തത്തിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഈ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയും ഇല്ലേ, അങ്ങനെയാണ് ഇതൊക്കെ പോയി എന്നറിയാം. പക്ഷേ ഈ പ്രകൃതി ദുരന്തം ആരാ തീരുമാനിക്കുന്നത്? ആരാണ് ഇത് ഇവരുടെ മേലിൽ സവിശേഷമായി കൊണ്ടുവെക്കുന്നത്? ഇതൊക്കെ തീരുമാനിക്കാനൊക്കെ ഇത് വേണമല്ലോ. അപ്പോൾ ഈ നശിപ്പിക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്നത് നിരീശ്വര സമൂഹങ്ങളായിരുന്നില്ല. ഇവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന സമൂഹങ്ങൾ തന്നെയായിരുന്നു, അല്ലാതെ നിരീശ്വര സമൂഹങ്ങളല്ല. പക്ഷേ ഇവർക്ക് ദൈവവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ ദിക്റുണ്ടായിരുന്നു, ഈ ദൈവബോധമുണ്ടായിരുന്നില്ല. അതാണ് ഇവർ നശിപ്പിക്കപ്പെടാൻ കാരണം. ദൈവവിശ്വാസം ഇല്ലാതല്ല, ദൈവവിശ്വാസമൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അവർക്ക് ആരാധനകളും ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു, അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. പക്ഷേ ഇവർക്ക് എന്താ നേരത്തെ ഈ പറഞ്ഞ ഈ ഇത്തിബായിൻ്റെ ഇതുണ്ടല്ലോ, ദിക്റുണ്ടായിരുന്നില്ല. ഇതാ വാസ്തവത്തിൽ നമ്മുടെ ഈ സമൂഹത്തിലും സംഭവിച്ചിരിക്കണം. ദൈവവിശ്വാസമുണ്ട്, ദൈവവിശ്വാസം ഇഷ്ടം പോലെ ഉണ്ട്, ബഹുഭൂരിപക്ഷം ദൈവവിശ്വാസ ആളുകൾ തന്നെയാണ് ഈ സമൂഹത്തിൽ. പക്ഷേ ഈ ദിക്റില്ല, ദൈവബോധം എന്ന് പറയുന്ന ഈ സംഗതിയില്ല. ഇതാണ് ആ സമൂഹങ്ങളിലും ഈ സമൂഹങ്ങളിലും ഒക്കെ എടുത്തു പോകുന്നത്. ഇതാണ് ഇവരുടെ ഈ നാശത്തിലേക്ക് എത്തിച്ച കാരണം എന്ന് പറയുന്നത്. ദൈവബോധം അവരിൽ നിന്ന് എടുത്തുപോയി. ദൈവബോധം എടുത്തു പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പേരിൽ തന്നെ ഈ സകല തമ്മാടിത്തം കാട്ടാന്നുള്ളതാണ്. അതാണ് നമ്മുടെയും പ്രശ്നം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെ എനിക്ക് തോന്നുന്ന എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇതിന് നടപ്പാക്കാൻ പറ്റും. പക്ഷേ ദൈവബോധമുണ്ടെങ്കിൽ, തഖ്വ ബോധമുണ്ടെങ്കിൽ അത് നടക്കില്ല. ആ സംഗതിയാണ് ഇവിടെ നിന്ന് ഈ സമൂഹങ്ങളിൽ നിന്ന് എടുത്തുപോയതും ആ സമൂഹത്തിൻ്റെ നാശത്തിന് കാരണമായതും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ജാഅഹ ബഅസുന ബയാത്തൻ, നമ്മുടെ ആ ശിക്ഷ അവർക്ക് വന്നപ്പോൾ ബയാത്ത് ബാത്താന്ന് പറഞ്ഞാൽ രാത്രി താമസിക്കുക, അതായത് രാത്രിയിൽ അവർക്ക് വന്നപ്പോൾ. ഇപ്പം മുണ്ടക്കൈ വന്നപ്പോഴാണ് മുണ്ടക്കൈ ദുരന്തം വന്നപ്പോഴാണ് രാത്രിയാണ്. അതുമാതിരി ഔഹും കായിലൂൻ, അല്ലെങ്കിൽ കൈലൂലത്ത് എന്ന് നമ്മൾ പറയില്ലേ, ഉച്ചവിശ്രമത്തിനാണ് ഈ കൈലൂലത്ത് എന്ന് പറയുക. അതല്ലെങ്കിൽ അവർ ഈ ഉച്ചവിശ്രമം പകലിൽ വിശ്രമിക്കുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ വന്നത്. അതായത് അവർക്ക് വലിയൊരു മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ടല്ല ഈ സംഗതികൾ വന്നത്, ഇത് അങ്ങ് വന്നു, അവരെ കൊണ്ടങ്ങോട്ട് പോയി. പക്ഷേ ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ നശിപ്പിക്കുമ്പോൾ അത് കൃത്യമായൊരു വിചാരണയുടെ അടിസ്ഥാനത്തിലൊന്നല്ല നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പങ്കെടുത്തിട്ടില്ലാത്തവരും ഇതിനെ എതിർത്തവരും ഒരു പക്ഷേ ഇതിൽ കൂടെ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകും. നമ്മൾ ഒരു സംഗതി നമ്മളതിൽ പങ്കെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ബാധ്യത ഒഴിവാവില്ല. നമ്മളതിൽ പങ്കെടുക്കാതെ നിഷ്ക്രിയരായിട്ട് നിന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നടക്കില്ല. നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അതിനെ പരമാവധി പ്രതിരോധിക്കാൻ നോക്കുക. എന്നാൽ പോലും നമ്മൾ ആ ശിക്ഷയിൽ നമ്മൾ അകപ്പെട്ടേക്കാം. ശിക്ഷ നമുക്ക് മാത്രമായിട്ട് അതിനെക്കുറിച്ചിട്ടൊരായത്ത് ഉണ്ട്. അതായത് വത്തഖൂ ഫിത്നത്തല്ല തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ, അതായത് നിങ്ങളിൽ നിന്ന് ഈ ഫിത്നയിൽ പെട്ടവർക്കല്ലാതെയും ശിക്ഷ വരുന്ന ഒന്നിനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. ഈ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് മാത്രമല്ല ഈ ശിക്ഷ, ഭൂമിയിലെ ശിക്ഷ വരിക. അപ്പോൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരും ഈ തിന്മക്കെതിരെ ഇതിനെതിരെ പണിയെടുക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണെന്നാണ്. അത് കുറച്ച് ആൾക്കാർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒഴിവാക്കിയൊക്കെയല്ല. ഓരോരുത്തർക്കും പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകൾ കണ്ടെത്തി ആ രംഗത്ത് പണിയെടുക്കണം എല്ലാ ആൾക്കാരും. കാരണം ഓരോരുത്തരുടെയും പണികളും അഭിരുചികളും കഴിവുകളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ സംഗതികൾ തനിക്ക് ആ രംഗത്ത് എന്താണോ ചെയ്യാൻ കഴിയുക അത് അയാളുടെ ഒരു കൂട്ടായ്മയിൽ അയാൾ ചെയ്യണം. അങ്ങനെ വിവിധ പണികളാകുമ്പോഴാണ് അതിന് പല ഫലങ്ങളുണ്ടാകുക. എല്ലാവരും കൂടി ഒരേ പണിക്ക് പോവുക, ആ പരിപാടിയും ചെയ്യരുത്.
പലരും ഓരോരുത്തർക്കും നൽകപ്പെട്ട മേഖലകളിൽ അവർക്ക് അതിൻ്റെ പ്രത്യേക കഴിവുകളുണ്ടാവും. അതിനെ വികസിപ്പിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ട് ആ രംഗത്ത് പണിയെടുക്കുക. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഭൂമി നശിക്കുമ്പോൾ അതിൽ നല്ലതാരാ ചീത്തതാരാ ഒന്നും നോക്കലുണ്ടാവില്ല. അത് ഒറ്റയടിക്കങ്ങ് പോവുക ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ പ്രവാചകന്മാരൊക്കെ മാതിരി കൽപ്പിച്ചു കൂട്ടി രക്ഷപ്പെടുത്തിയൊരു സമൂഹത്തിനൊക്കെ കൊണ്ടുപോകാനുള്ള സവിശേഷമായ ദൗത്യങ്ങളുണ്ടാകണം. നമ്മുടെ അവിടെ നശിപ്പിക്കുമ്പോൾ നമുക്കത് ഉണ്ടാവില്ല. കാരണം പ്രവാചകൻ്റെ ക്വാളിറ്റിയിലുള്ളവരൊന്നും നമ്മുടെ ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ മൊത്തത്തിൽ പോവുമെന്നാണ് ഈ പറയുന്നത്. പക്ഷേ അങ്ങനെ പോയപ്പോൾ അവർക്ക് ആകെ വിലപിക്കാനുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ലാ അൻ കാലു ഇന്നാ കുന്നാ വാലിമീൻ. അതായത് ഒരു സമൂഹം നശിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു സമൂഹം അതിനെ വിലയിരുത്തുമല്ലോ. ഒരു വിശ്വാസികളായ സമൂഹം നമ്മളതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലാതെ പറയാനുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ റുബൂബിയത്തിൽ നിന്ന്, അവൻ്റെ മുലൂക്കിയത്തിൽ നിന്ന്, അവൻ്റെ ഉലൂഹിയത്തിൽ നിന്നൊക്കെ പുറത്തു പോയത് കൊണ്ടാണ് ആര് നശിക്കുന്നത്? ഈ വിശ്വാസികളായ സമൂഹം നശിക്കുന്നതാണ്. മറ്റൊരു നശിക്കാനൊന്നും പോണില്ല. വിശ്വാസികളായ സമൂഹമാണ് ഇങ്ങനെ നശിച്ചു പോവുക. മറ്റവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അള്ളാഹു ചിലപ്പോൾ നീട്ടിയിട്ട് കൊടുക്കും. ഇത് അള്ളാഹുവിന് ഷഹാദത്ത് കൊടുത്ത ആളുകളുടെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള പരിഗണന വേറൊന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ സവിശേഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരാതിരിക്കുകയല്ല ചെയ്യുക. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു നിയമവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റവർക്ക് ചിലപ്പോൾ ഞാൻ വെള്ളിയുടേതായ മച്ചുണ്ടാക്കി കൊടുക്കും, ഭയങ്കര സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ ഇവിടുത്തെ ഈ സന്തുലിതത്വം തകരുന്നു വിചാരിച്ചിട്ടാണ് ഖുർആൻ വേറെ പറയുന്നുണ്ട്. അപ്പം നമ്മളാണ്, ഈ മുസ്ലിമീങ്ങളാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ വരുന്ന സംഗതികൾ, ഇപ്പോൾ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിമീങ്ങൾക്ക് വരുന്ന സംഗതികൾ, അത് ഇപ്പോൾ ആസാമിലാണെങ്കിലും ഈ അടുത്ത് വരണ ചിലപ്പോൾ കേരളത്തിലാവും. പക്ഷേ അപ്പോഴും നമുക്ക് ബുദ്ധിപരമായിട്ട് ഈ വിശ്വാസം വെച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇന്നാ കുന്നാ വാലിമീൻ എന്നേ നമുക്കും പറയാനുണ്ടാവുകയുള്ളൂ, അതേ നമുക്കുണ്ടാവുകയുള്ളൂ. ഇനി ഫല നസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം, ഓരോ സമൂഹവും, പ്രവാചകന്മാർ അയക്കപ്പെട്ട ഓരോ സമൂഹവും അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ചെയ്യാതെ പോവുകയില്ല. ഒരു പ്രവാചകൻ വരുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ നേരിട്ട് അഭിസംബോധന ചെയ്ത ആ ജനത മാത്രമല്ല, ആ പ്രവാചകൻ്റെ പ്രബോധനം എത്തിയ ഏത് സമൂഹവുമാണ്, ഏത് കാലക്കാരുമാണ്. അതിപ്പം പ്രവാചകന്മാരുടെ, ഇപ്പോൾ അൽ ഉലമാ വറസത്തുൽ അംബിയ എന്നാണ് പറയുക. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ഈ ഉലമാ എന്ന് പറയുന്നത്. ആ അനന്തരാവകാശം എന്ന് പറയുന്നത് ദീനാറോ ദിർഹമോ എന്നല്ല, അത് അറിവാണ്, ഇൽമാണ്. അതായത് ഈ ഖുർആനും ഈ പ്രവാചകൻ്റെ ചര്യയുമാണ് അവരുടെ അനന്തരാവകാശം. അത് ഈ ഉലമായിൽ കൂടെ ആർക്കൊക്കെ എത്തുന്നോ ഇവരൊക്കെ ചോദ്യം ചെയ്യുന്ന എത്തിയോ എന്ന്. അത് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു സമൂഹം പോവില്ല. അള്ളാഹു സൃഷ്ടിച്ചു പരിപാലിച്ചു എന്നതുകൊണ്ട് മാത്രം അള്ളാഹ് ഒരു സമൂഹത്തിനെയും ചോദ്യം ചെയ്യാൻ പോണില്ല. അപ്പോൾ നമുക്ക് ആമസോൺ കാട്ടിലത്തൊക്കെ ആളുകളുടെയൊക്കെ വിഷയം നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. കാരണം അതുകൊണ്ട് മാത്രമൊന്നും അള്ളാഹ് ചോദ്യം ചെയ്യുക. ഈ സംഗതികൾ എത്തിയാലാണ് ഈ ചോദ്യത്തിന് ഈ മനുഷ്യർ അർഹരാകുക. അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന സമൂഹമാണ്. അത് മാത്രമല്ല, അവരെ മാത്രമല്ല ചോദ്യം ചെയ്യുക, വല നസ്അലന്നൽ മുർസലീൻ, ഈ അയക്കപ്പെട്ട പ്രവാചകന്മാരെയും ചോദ്യം ചെയ്യും. നിങ്ങൾ ഈ സംഗതി ശരിയായി എത്തിച്ചില്ലേ എന്ന് ചോദിക്കും. അതുമാതിരി അയക്കപ്പെട്ടവരോട് നിങ്ങൾക്കിത് എത്തിയോ എന്നും ചോദിക്കും. കാരണം ഇതൊന്നും നിഷേധിക്കാൻ അവിടെ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. കാരണം ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരുപാട് സംഗതികൾ മറഞ്ഞിട്ടായിരിക്കണം. നമ്മുടെ മനസ്സിലെന്താണെന്നുള്ളത് ഒക്കെ മറഞ്ഞിരിക്കുക. പക്ഷേ ഇതൊക്കെ വെളിപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മളെ ഈ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫല നക്കുസന്ന അലൈഹിം ബി ഇൽമി എന്ന് പറയുന്നത്. ഇവർക്ക് നമ്മളുടെ ഓരോ മനുഷ്യരുടെയും നമ്മളുടെ കഥ, നമ്മളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നത് തികഞ്ഞ ജ്ഞാനത്തോടെയാണ്. അവിടെ അള്ളാഹുവാണ് പരലോകമാണെന്ന് വിചാരിച്ചിട്ട് ഒരു വിധി അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യണം. തികഞ്ഞ ജ്ഞാനത്തോടെ. നമ്മളൊക്കെ ഉണ്ടല്ലോ, ഈ പോലീസൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യാണ്ട് സമ്മതിക്കാൻ നിർബന്ധിതരാകുന്നൊരവസ്ഥ. അതായത് തികഞ്ഞ തെളിവുകൾ കണ്ടു വെച്ചാൽ പിന്നെ നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതേമാതിരിയുള്ള ചോദ്യം, അതാണ് ബി ഇൽമി എന്ന് പറയുന്നത്. അതായത് നരകത്തിലേക്ക് പോകുന്ന ഒരു നരകാവകാശി തന്നെയും അത് ന്യായമാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഇൽമ്, ആ അറിവോടുകൂടിയാണ് ഈ ശിക്ഷ അള്ളാഹ് അവിടെ ചോദ്യം ചെയ്യും. അയാൾക്ക് ഈ സംഗതികളൊക്കെ
കാണിച്ചു കൊടുക്കുകയും ചെയ്താണ്. അതാണ് ഫല നക്കുസന്ന അലൈഹിം ബി ഇൽമിൻ വമാ കുന്ന ഗായിബീൻ. ഈ വക കാര്യങ്ങളൊക്കെ ഈ അള്ളാഹുവും റസൂലും ഇവിടെ പഠിപ്പിച്ച് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിച്ചു തരുമ്പോൾ, എന്നിട്ട് നമ്മൾ അതിനെതിരെ ഇങ്ങനെ പ്രവർത്തിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോയോ ഈ അള്ളാഹ് നമ്മളിട്ടിട്ട് എവിടേക്കെങ്കിലും പോയാന്ന്? അതൊന്നും സംഭവിക്കില്ല എന്നാണ്. കാരണം അത്ര ഗംഭീരമായാണ് നമ്മുടെ സൃഷ്ടി. ഈ ഭൂമിയുടെ സൃഷ്ടി, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൽ മനുഷ്യരെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കുന്നു. ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള സകല സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനൊക്കെ ഉണ്ടാക്കിയ ഈ അള്ളാഹ് നമ്മളിട്ടിട്ട് ഇത് പോവുമെന്ന് വിചാരിക്കാൻ മാത്രം എന്തുമാത്രം വിഡ്ഢിത്താണ് നമുക്കുണ്ടാകുക. അതൊന്നും സംഭവിക്കില്ല. നമ്മുടെ ഏത് കാര്യം അപ്പം നമ്മൾ ചോദിച്ച് കിട്ടണേ? അതൊക്കെ അങ്ങനെ വരിക. മഴ വരുന്നത് അങ്ങനെയാണ്, കാറ്റ് വരുന്നത് അങ്ങനെയാണ്, എന്തെല്ലാമാണ് നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ഒരിടപെടലും ഇല്ലാതെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ വെറുതെ അങ്ങ് വിഡ്ഢിത്തരത്തിൽ വിചാരിക്കുക ഈ അള്ളാഹ് നമ്മളെ നോക്കുന്നില്ല, നമ്മളെ കാണുന്നില്ല എന്നൊക്കെ. ഇതൊക്കെ പല ആയത്തുകളിലും, ഇവിടെ മാത്രമല്ല പല ആയത്തുകളിലും ഖുർആനിൽ ഇതൊക്കെ പറയുന്നുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹ ഫൗജുൻ സഅലഹും ഖസനതുഹ അലം യഅതികുൻ നദീർ. അതായത് നരകത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൂട്ടം ചെല്ലുമ്പോൾ അവരോട് അവിടുത്തെ സൂക്ഷിപ്പുകാർ ചോദിക്കുകയാണ്, അലം യഅതികുൻ നദീർ, നിങ്ങളതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് ചോദിക്കാം. കാലു ബല, അതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഫക്കദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹ്, ഞങ്ങൾ അതിനൊന്നും വലിയ കാര്യമാക്കിയില്ല, ഞങ്ങൾ അള്ളാഹ് അങ്ങനെ ഒന്നും ഇറക്കിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ വഴികേടിലാണെന്ന് ആ പ്രവാചകന്മാരോട് പറഞ്ഞു, അത് പറഞ്ഞവരോട് പറഞ്ഞു. വഖാലു, എന്നിട്ട് അവർ പറയാം, ലൗ കുന്നാ നസ്മഉ ഔ നഅഖലു, ഞങ്ങളന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഈ നരകത്തിൻ്റെ ആളുകൾ ഞങ്ങൾക്ക് ആകേണ്ടി വരുമായിരുന്നില്ല. ഫഅതറഫൂ ബിദംബിഹിം, അവരുടെ കുറ്റങ്ങൾ കുഴപ്പങ്ങളൊക്കെ അവർ ശരിക്കങ്ങ് അറിഞ്ഞു. അതായത് ഖുർആനിൽ പലയിടത്തും പറയുന്ന സംഗതിയായി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കൂടിയുള്ള ശേഷി വെച്ച് തന്നിട്ടാണ്. കേവലമായി അന്ധമായിട്ട് നമ്മളോട് വിശ്വസിക്കണമെന്നല്ല അള്ളാഹ് ഈ പറയുന്നതൊന്നും. അള്ളാഹ് ഈ പറയുന്നത് കേവലമായ അന്ധത കൊണ്ട് വിശ്വസിക്കണമെന്നല്ല, അറിവ് കൊണ്ട്, ഇൽമു കൊണ്ട് വിശ്വസിക്കാനാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്. അതിനുള്ള ശേഷികളും അതിനുള്ള സംവിധാനങ്ങളും മുഴുവൻ ഈ ഭൂമിയിൽ അള്ളാഹ് ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടെത്താനും അറിയാനും ഗ്രഹിക്കാനും ഒക്കെ സകലം. ആകെ പോകുന്ന ഒന്നുകിൽ നമ്മളുടെ ധിക്കാരമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ധിക്കാരമല്ല, അവഗണന. ഈ അവഗണന വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പരിഗണിക്കേണ്ട വേറൊന്നും മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിന് നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് പരിഗണന കൊടുത്താൽ ഇത് അവഗണനയിലേക്ക് പോകും, അതുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിനല്ല ഈ പരിഗണന കൊടുക്കേണ്ടത്, ഈ ജീവിതത്തിനാണ്. കാരണം ഇതുണ്ടെങ്കിൽ അതും കിട്ടും, പക്ഷേ അത് മാത്രമായ ഇതെങ്ങനെയായാലും കിട്ടില്ല, അത് ഉറപ്പായൊരു സംഗതിയാണ്. അതൊക്കെ നമ്മൾ എവിടുന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ വെറും ഈ പറച്ചലിൽ നിന്നൊന്നല്ല, നമ്മുടെ തന്നെ ഗ്രാഹ്യശേഷി ഉപയോഗിച്ചിട്ട് നമ്മൾ അതൊക്കെ, അതിനാണ് ഈ ചിന്ത ബുദ്ധി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് വെച്ച് തന്നിക്കണം. വൽ വസനു യൗമ ഇതിനിൽ ഹക്കു, ഈ പറയുന്ന ഈ ഘട്ടത്തിൽ, ഈ പരലോകത്തിൻ്റെ ഈ ഘട്ടത്തിൽ തൂക്കമെന്ന് പറയുന്നതും യാഥാർത്ഥ്യവും ഈ പര്യായം പോലെയാണ്. അള്ളാഹ് പറഞ്ഞ യാഥാർത്ഥ്യം എന്താണോ, റസൂല് പഠിപ്പിച്ച യാഥാർത്ഥ്യം എന്താണോ, അതിനനുസരിച്ച് ജീവിക്കുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ, ആ വിശ്വാസത്തിൽ ജീവിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ തൂക്കമുണ്ടാവുകയുള്ളൂ. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരുടെയാണോ ആ പോസിറ്റീവ് വാല്യൂ ആർക്കാണോ അവരാണ് വിജയിക്കുക, അവിടെ വിജയിക്കുക. അവർ ഇവിടുന്ന് കൊണ്ടുപോയതിൻ്റെ ഫലം എടുക്കുക, നല്ല ഫലം എടുക്കുക അവർ മാത്രമാണ്. അതേസമയം മറ്റേ നമ്മളുടെ പണികൾ രണ്ട് സംഗതികളുണ്ട്. ഒന്ന് ഇഹലോകത്തും പരലോകത്തും ഫലപ്രദമായ പണികളുണ്ട്. അത് ഈ വിശ്വാസവും കൂടിയുള്ളിടത്ത്, അതിൽ ഈ രണ്ടും അനിവാര്യം. അള്ളാഹുവിലുള്ള ഈ വിശ്വാസം, അതായത് റസൂലുമാർ പഠിപ്പിച്ച രൂപത്തിലുള്ള വിശ്വാസം, അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആ രണ്ട് സംഗതികളെ ഈ പരലോകത്തും ഇഹലോകത്തും ഗുണം ചെയ്യുന്നതായിട്ടുള്ളൂ. മറ്റേ പണികൾ എന്ന് പറയുന്നത് ആ പണിക്ക് ഭൂമിയിൽ ഫലമുണ്ടാവാം, ഭൂമിയിൽ അതിന് ഫലമുണ്ടാവാം, പക്ഷേ അത് ഭൂമിയിൽ അവസാനിക്കും. അത് പരലോകത്തേക്ക് എത്തുമ്പോൾ അത് മൈനസാണ്, അതിന് നെഗറ്റീവ് ഫലമാണ് ഉള്ളത്. ഇല്ലെന്ന് മാത്രമല്ല, നെഗറ്റീവ് ഫലം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ വിഷയം.
ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും. അതാണ് വമൻ ഖഫത്ത് മവാസിൻ. ഇതൊക്കെ തൂക്കം തന്നെയാണ്, പക്ഷേ ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റൊന്ന് മൈനസാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഉലായിക്കല്ലദീന ഖസിറു അൻഫുസഹും, അവർ സ്വന്തത്തെ പണിയെടുത്ത് നഷ്ടപ്പെടുത്തിയവർ. അതായത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന പണി സ്വയം തീരുമാനിച്ച് അതിനവർ അള്ളാഹുവിനെയോ റസൂലിനെയോ അവലംബിച്ചില്ല. പണിയെടുത്തു. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത മാസത്തോടു കൂടി വലിയ പണിയെടുക്കാൻ പോവാം, നബിദിനത്തിൻ്റെ വലിയ പണിയെടുക്കാൻ പോവുക. ആ പണിയെടുക്കുന്നവരൊക്കെ ഇത് പരലോകത്തേക്ക് അവർക്ക് ഗുണം ചെയ്തു വെച്ചിട്ട് തന്നെ ആവും മിക്കവാറും ചെയ്യുന്നുണ്ടാവുക. രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് ഈ ലൈറ്റൊക്കെ കെട്ടി വലിയ പണികളും വലിയ സമ്പത്തൊക്കെ മുടക്കിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പോത്തിനിറക്കുന്നുണ്ട്, ചോറ് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ലത് എന്ന് വെച്ചിട്ട് തന്നെ. പക്ഷേ ആര് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം. ഇത് അള്ളാഹുവും റസൂലും നിശ്ചയിച്ചതല്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഫലമാണ് ചെയ്യുക. പക്ഷേ ചെയ്യുന്നത് വിചാരിക്കുന്നത് അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്വന്തത്തെ നഷ്ടപ്പെടുത്തുന്നു, പണിയെടുത്ത് നഷ്ടപ്പെടുത്തുന്നു, പണിയെടുത്ത് നേടുകയല്ല ചെയ്യണത്. അതാണ് ഖസിറു അൻഫുസഹും എന്ന് പറയുന്നത്. അത് ബിമാ കാനൂബി ആയാത്തിന യദ്ലിമൂൻ. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് എന്താ ചോദിച്ചാൽ നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, ഈ ഖുർആനുണ്ട്, പ്രവാചകന്മാരുണ്ട്, സ്വന്തം ജീവനുണ്ട്, ജീവിതമുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ ആയാത്തുകളാണ്. ഈ ആയാത്തിനോട് ദുൽമ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അവകാശങ്ങളോട് അവർ അവകാശലംഘനം നടത്തി. അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ അവകാശലംഘനം നടത്തി സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു, നിയമങ്ങളുണ്ടാക്കി, അതിനെ പിന്തുടർന്നു. ആരാധനകൾ വരെ, ഇബാദത്തുകൾ വരെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുണ്ടാക്കിയപ്പോൾ അതുകൊണ്ടാണ് അവർക്കങ്ങനെ സംഭവിച്ചു പോയത്. നേരെ മറിച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇത്രയധികം പണി ചെയ്യേണ്ടി വന്നിരുന്നില്ല, സംഗതി നേട്ടമുണ്ടാവുകയും ചെയ്യുമായിരുന്നു. അത് പണി കുറേ കൂടും ചെയ്തു, ഉള്ളതൊക്കെ ഓപ്പോസിറ്റ് സംഗതിയായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഇതൊക്കെ പണി കൂടുകയുള്ളു അല്ലേ? ഒരാൾ മരിച്ചാൽ, ഒരാൾ ജനിച്ചാൽ, ബാക്കിയുള്ളവർ മരിച്ചാൽ, ആണ്ട് 40 എന്നൊക്കെ കണ്ട് പണി ഇങ്ങനെ കൂടുക, ചിലവും കൂടുകയാണ്. പക്ഷേ നഷ്ടവും അതുപോലെ തന്നെ കൂടി വരിക. ഇതാ ഈ പറയുന്നത് ഖസിറു അൻഫുസഹും, സ്വന്തത്തെ അങ്ങ് നഷ്ടപ്പെടുത്തുക. വലഖദ് മക്കന്നാക്കും, നിശ്ചയമായും നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിട്ടുണ്ട്. ഫിൽ അർദി, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിട്ടുണ്ട്. അതായത് ഭൂമിയിൽ അള്ളാഹു മനുഷ്യർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഈ സോളാർ സിസ്റ്റം സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊന്നും ഭൂമി പോലൊരു സാധനമില്ല. ഈ ഭൂമിയിൽ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി വായു, വെള്ളം, സംവിധാനങ്ങൾ ഈ പോലത്തെ ഒന്നും ഒരുക്കപ്പെട്ട ഒരു സംഗതികളും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ എങ്ങനെ ആയാലും ഇപ്പോൾ ഈ ഒരുപാട് സംഗതികൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അതിലൊന്നും ഈ പരിപാടിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ വാല്യബിളായൊരു സംഗതി തന്നെയാണെന്നാണ്. സംഗതി മറ്റേതിനൊക്കെ അപേക്ഷിച്ച് ഭൂമി വളരെ ചെറുതാണെങ്കിലും ഈ ഒരുക്കപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നതിൻ്റെ മുമ്പാണ്, നമുക്ക് ശേഷം വന്നതല്ല. നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് അപ്പം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടല്ല ഈ സാധനങ്ങളൊന്നും ഇവിടെ വരുന്നത്. അതായത് ഇതൊക്കെ ഈ മനുഷ്യർക്ക് ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ സജ്ജമാക്കിയിട്ടാണ് ഈ മനുഷ്യരെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത്. ഭൂമിയിൽ ഏറ്റവും അവസാനം വന്ന ജീവി നമ്മളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമേ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റെഡിയാക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ അധികാരം, ഇതിൻ്റെ മുകളിലൊക്കെ അധികാരം വാഴുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ് താനും. മറ്റവരൊക്കെ ഇപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരുമില്ല ഇവിടെ മലകളാണെങ്കിലും നദികളാണെങ്കിലും ജീവികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഒക്കെ. പക്ഷെ നമ്മളങ്ങ് പോയി എന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ടർക്ക് വല്ല കുഴപ്പമുണ്ടാകും. ഉള്ളത് സുഖാകുന്നല്ലാതെ ഒരാൾ ഒരു കല്യാണം കഴിഞ്ഞാൽ എത്ര പോയി രക്ഷപ്പെട്ട് കാരണില്ലേ, ഒരു കല്യാണം ഇല്ലെങ്കിൽ എന്താ മാതിരിയാണ് കാര്യങ്ങൾ മുഴുവൻ. നമ്മളില്ല എന്ന് വിചാരിച്ചാൽ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവരൊന്നുമില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ അധികാരം നൽകിയെന്നാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഈ ഭൂമിയിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ. ഭൂമി മാത്രമല്ല, ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ആണെങ്കിലും പോലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമുക്ക് നേരിട്ട് അതിൻ്റെ മുകളിൽ നിയന്ത്രണമൊന്നുമില്ലെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് അതൊക്കെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ മക്കന്നാക്കും ഫിൽ അർദ് എന്നൊക്കെ പറയുമ്പോൾ. ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾക്ക് സഹാബാക്കൊക്കെ മനസ്സിലാകണതിനൊക്കെ എത്രയോ കൂടുതൽ നമുക്കിന്ന് മനസ്സിലാവണം.
കാരണം അവർ വിശ്വാസം കൊണ്ട് നമ്മളെയൊക്കെ എത്രയോ ഉയരെയായിരുന്നു. പക്ഷേ അറിവ് കൊണ്ടോ, ഇൻഫർമേഷനുകൾ കൊണ്ട് അവരിനെയൊക്കെ എത്രയോ മേലെയാണ് ഇന്ന് നമുക്കിതൊക്കെ മനസ്സിലാവണം. നമ്മൾ ഈ ശൂന്യാകാശത്തേക്ക് വാഹനം പോകുമ്പോഴും അവിടെ നിലയം സ്ഥാപിക്കുമ്പോഴും അതൊക്കെ നമ്മൾ ഈ മക്കന്നാക്കും എന്ന് പറയുന്ന ഈ സംഗതിയുമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ നമ്മളുടെ കൂട്ടം പോകുന്ന വേറൊരു കൂട്ടരും ഉണ്ട്, അതിൽക്കും കൂടി ഇനി സൂചന വരുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെ ഇറക്കി വിട്ടൊരു കൂട്ടരുണ്ട്, ജിന്നുകൾ, ഇബ്ലീസും അതിൻ്റെ ആൾക്കാരുമൊക്കെ. അവരും ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ കണ്ടത്, അത് പാശ്ചാത്യതായ ഏതൊരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി കണ്ടെത്തിയ ചില സംഗതികൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ എയർപോർട്ടുകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ ഫ്ലൈറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ റഡാർ സിസ്റ്റം ഡാറ്റകളൊക്കെ ഉണ്ടല്ലോ, ഇത് 200 പ്രകാശവർഷം അകലെയുള്ള വേറൊരു സിസ്റ്റം പിടിച്ചെടുക്കുന്നുണ്ടെന്നാണ്. എന്തോ ഒരു അത്ഭുതം നോക്കിയേ. അതായത് നമ്മൾ മാത്രമല്ല ഇവിടെ എന്ന് പറയുന്നത്, ഈ ജിന്നുകളുടെ പരിധി എത്രയെന്ന് നമുക്കറിയില്ല. നമ്മുടെ പരിധി എന്ന് പറയുന്നത് നമ്മളുടെ ഈ പദാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ മണ്ണിൽ നിന്നുള്ള സംഗതിയാണ്, മറ്റത് വേറൊന്നാണ്. അപ്പോൾ അതിൻ്റെ പരിധി എത്രയെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വേറെ കൂട്ടർ ഉണ്ട് എന്നുള്ള അതൊക്കെ നമുക്കിപ്പം ഈ ഡാറ്റകൾ വെച്ച് തന്നെ മനസ്സിലാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നമ്മുടെ സഹാബാക്കൾക്ക് പറ്റിയ പണികളായിരുന്നില്ല. പക്ഷേ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എത്രയോ ഇരട്ടി വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ വക കാര്യങ്ങളാണ് വെക്കുക. ഇതൊക്കെ ഖുർആൻ മുമ്പേ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഈ ഒരു സൂറത്തിലില്ലേ, യൗമ ഇദിൻ യസ്ദുറുന്നാസു അഷ്താത്തല്ലി യുറവു അഅമാലഹും ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. അന്ന് പറയാണ്, യൗമ ഇതിൻ ആ ഒരു ഘട്ടത്തിൽ യസ്തുറുന്നാസു, ഈ മനുഷ്യൻ്റെ ഈ സ്വതർ മുഴുവൻ കണ്ട് പുറത്തേക്ക് വെക്കും. നമ്മുടെ ഉള്ളിൽ ഓരോ പണികൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച സാധനങ്ങളുണ്ടാവുമല്ലോ, അതടക്കം കണ്ട് പുറത്തേക്ക് വരും. എന്നിട്ട് അവരുടെ ആമാലുകൾ അവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അഷ്ടാത്തൻ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിന് ഇങ്ങനെ അത് കാണിച്ചു കൊടുക്കും. അതൊക്കെ കേട്ടപ്പോൾ അന്നൊരു സഹാബി തലേ കൈ വെച്ച് ചോദിച്ചതേ, ഇതൊക്കെ എന്നെ കാണിക്കുമെന്ന്. അതായത് അന്ന് അവർക്കത് സങ്കല്പിക്കാൻ പോലും വയ്യ, കാണിക്കുന്ന കാര്യം. ഇന്ന് നമ്മൾ ഓരോരുത്തരും കാണിക്കുക ഇല്ലേ, മൊബൈലിൽ പിടിച്ചിട്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ എത്രയോ ഇൻഫർമേഷൻ നമ്മളെ എത്രയോ വളർന്നു വലുതായി. ഇനിയും നമ്മളിതിനെ അവഗണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ച് നമ്മുടെ ചോദ്യം ചെയ്യലിനും കടുപ്പമുണ്ടാവും എന്നുകൂടിയാണ് നമ്മളിതിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഖുർആൻ ഇങ്ങനെ പറയുന്നത് ഈ ആയത്തുകൾ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടാണ്. പല നസ്അലന്ന എന്ന് പറയുമ്പോൾ ഇതും കൂടി നമ്മൾ അതിനോട് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യലിനെ നമ്മൾ ഭാവനയിൽ കാണേണ്ടത്. കാരണം ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം കളിയാക്കാനാണെങ്കിൽ പോലും ഈ മുഹമ്മദുർ റസൂലിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ചും കേൾക്കാത്തവരാരാ? ഏറ്റവും അധികം കളിയാക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും ഏതാ? ഈ ഇസ്ലാമും അല്ലേ, ഈ ഇസ്ലാമും മുഹമ്മദ് തന്നെയല്ലേ. അതാണ് പല നസ്ലുക്കും അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് ഖുർആനിൽ, അതൊരു ആയത്ത് തന്നെയുണ്ട്. ഞാനത് ആയത്ത് ഓർമ്മയില്ല. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ, ആ ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ ഉണ്ടാക്കി തന്നു. നമ്മൾ ഈ ജീവിക്കുന്ന നമ്മളുടെ ഈ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. നമ്മളുടെ ഈ രുചികൾ എത്രമാത്രം രുചികളാണ് നമ്മൾ ഈ ആസ്വദിക്കണം. നമ്മുടെ ചുറ്റുഭാഗമുള്ള ജീവജാലങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ, അവർക്ക് ഈ രുചിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? അവരുടെ തീറ്റൊന്ന് വേറെ, നമ്മുടെ തീറ്റൊന്ന് വേറെയാണ്. നമ്മൾ എത്രമാത്രം മണങ്ങൾ ആസ്വദിക്കുന്നു, എത്രമാത്രം ശബ്ദങ്ങൾ ആസ്വദിക്കുന്നു, എത്രമാത്രം കളറുകൾ ആസ്വദിക്കുന്നു. ഇതൊക്കെ എന്തിനാ? നമ്മൾ ചോദിച്ചു പഠിച്ചതാ, നമ്മൾ ചോദിച്ചു പഠിച്ചൊന്നല്ലത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അള്ളാഹു ആദരിച്ച് കൊടുത്തിട്ടുള്ള സംഭവത്തിയാണ്. അതാണ് വലക്കത് കറംന ബനി ആദം. ഈ ആദമിൻ്റെ മക്കളെ സവിശേഷമായ ഒരു ആദരവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ നൽകലിൻ്റെ ഭാഗമാണ്. അതായത് എത്ര ഗൗരവത്തിലാണ് അള്ളാഹു നമ്മളെ എടുത്തിട്ടുള്ളത് എന്നാണ്. ആ ഗൗരവത്തിൻ്റെ ഭാഗം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ കൊണ്ടുപോകാൻ അള്ളാഹു തആല ലക്ഷ്യം വെക്കുന്നത് അത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത വലിയ സംഗതികളിലേക്കാണ്. അതിലേക്കാണ് നമ്മൾ, അതിനു വേണ്ടിയിട്ടാണ് ഈ സംഗതികളൊക്കെ ഇതാക്കിയത്. പക്ഷേ ഖലീലമ്മാ തഷ്കുറൂൻ, വളരെ കുറച്ച് ഈ ബോധത്തോടെ ഈ ജീവിതത്തെ കാണുന്നുള്ളൂ. ഈ ജീവിതത്തിനെ ഈ കിട്ടിയതിനൊക്കെ വാരി വലിച്ച് തിന്നുക, തൂർത്തടിച്ച് കളയുക, അനുഭവിക്കുക എന്നല്ലാതെ ഇതാര് തന്നു, എന്തിന് തന്നു, ഇതിൻ്റെ പിറകിലുള്ള ബാക്കിയുള്ള സംഗതികൾ എന്താണ്, ഇത് ചോദ്യം ചെയ്യുമോ, ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു ബോധമില്ല. ഇത് ബോധത്തോടെ നമ്മൾ ഈ
കിട്ടിയ ഈ സംഗതികളെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ശുക്രുള്ളവരാകുക എന്ന് പറയാം. അതാണ് നമ്മൾ നന്ദിയുള്ളവരാകുക എന്ന് പറയാം. ഈ നന്ദിക്ക് 2 പ്രകടനങ്ങളാവാം. ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുക. അതേതായാലും നടപ്പില്ല. കാരണം അള്ളാഹ് ആവശ്യക്കാരനല്ല. അള്ളാഹുടെ ആവശ്യമൊന്നും നമുക്ക് പരിഗണിക്കാനോ ഒന്നും പറ്റുന്ന ഒരവസ്ഥയില്ല. കാരണം അള്ളാഹ്ക്ക് ഒന്നിനും ആവശ്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അള്ളാഹ് എന്താണോ നമ്മളെ പറഞ്ഞേൽപ്പിച്ചത് അതിനോട് 100% കൂറുള്ളവരാവാൻ ശ്രമിക്കുക. അതേ നമുക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ ആ നന്ദി ചെയ്യുന്നതിനും പ്രതിഫലം ആർക്കാ? ഇനി നമുക്ക് തന്നെയാണ്. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കൂടുതൽ വിശദീകരിക്കുന്നത്. ഇങ്ങനെ വിശാലമാക്കി കൊണ്ടുവരികയാണ് ആ റഹ്മത്ത് എന്ന് പറയുന്ന സംഗതിയെ. ഇനി ഇതിൻ്റെ വേറൊരു ഇതിലേക്ക് പോവുക, അതായത് ഈ മനുഷ്യൻ്റെ ഉൽപ്പത്തിയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ മനുഷ്യനുണ്ടായത്, എങ്ങനെയാണ് ഈ മനുഷ്യന് ഈ പിശാചു ശത്രുവായത്, ആ ഒരു സംഗതിയിലേക്ക് ഇനി നമ്മളെ കൊണ്ടുപോയി. ഇനി കുറച്ച് ആയത്തുകൾ ഇനി അതുമായി ബന്ധപ്പെട്ടതാണ്. വലക്കത് ഖലഖനാക്കും, നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചു, സുമ്മ സവ്വറനാക്കും, പിന്നെ നിങ്ങളെ നാം രൂപപ്പെടുത്തി. അതായത് ഈ മനുഷ്യ സൃഷ്ടിയുടെ ആ പ്രഥമഘട്ടം, മനുഷ്യനായി സൃഷ്ടിക്കുന്നതിൻ്റെ ആ പ്രഥമഘട്ടം, അതിൻ്റെ മുമ്പ് റൂഹകളുടെ ഘട്ടം അതൊക്കെ വേറെയുണ്ട്. അത് മലക്കുകളുടെ വിളംബരത്തോടെയാണ് നമ്മൾ സൂറത്തുൽ ബഖറയിൽ അത് പഠിച്ചത്. അത് മലക്കുകളോടുള്ളൊരു വിളംബരമായിരുന്നു. ഞാനിങ്ങനെ ഒരു ഖലീഫൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഈ ഖുർആനിലോ 7 സ്ഥലത്തോ മറ്റോ ഈ വിഷയം ഖുർആൻ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും നമ്മളുടെ ഈ കൂടെ ജീവിക്കുന്ന ഈ അടുത്ത സമൂഹത്തിനെ നമ്മൾ കാണുന്നില്ല. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയിലല്ല ഈ സംഗതി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലാതെ അശ്രദ്ധരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മളോട് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പിശാചുക്കൾ ശത്രുവായത്? എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം? അതിനെ നിങ്ങൾ വിസ്മരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ നിങ്ങൾ ആദം നബിയുടെ അറുവാഹുകളിൽ നിന്ന് മുതുകിൽ നിന്ന് അറുവാഹുകളെ പുറത്തെടുത്ത് വെച്ച് കരാറ് ചെയ്യിച്ച കാര്യമൊക്കെ ഈ സൂറയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ഖുർആനിൽ ഒറ്റ പ്രാവശ്യമുള്ളൂ. കാരണം എന്താ ചോദിച്ചാൽ അതിൻ്റെ വലിയ എഫക്റ്റ് ഒന്നും ഇങ്ങോട്ട് വരാനില്ല. ഇങ്ങോട്ട് വരാനുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ഈ പിശാചുമായിട്ടുള്ള ഈ മനുഷ്യൻ്റെ ഈ സംഭവം ഈ ഭൂമിയിലെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിക്കടി ഖുർആൻ പറയും, വിശദമായി തന്നെ ഈ സംഗതികൾ പറയും, പല വീക്ഷണകോണിലൂടെ കാണിച്ചു തരും. അതിൻ്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തതാണ് ഇനിയിപ്പോൾ ഖുർആൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ ആദം നബിയുടെ കഥയിലേക്ക് വരുന്നത്. അതിനാദ്യം തന്നെ നിങ്ങളെ സൃഷ്ടിച്ചു. ഖലക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിച്ചു, നിർമ്മിച്ചു എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ആസൂത്രണവും അതിൻ്റെ ഡിസൈനിങ്ങും എല്ലാം കൂടിയുള്ളൊരു സംഗതമാണ് ഈ ഖലക്ക എന്ന് പറയുമ്പോൾ വരിക. ഇനി അതിനെ സവ്വറിനാക്കും എന്ന് പറയുമ്പോൾ അതിനെ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു രൂപപ്പെടുത്തലുണ്ടല്ലോ. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വേറൊന്നും വേണ്ടേ? അപ്പോൾ നമ്മൾ ശൂന്യാകാശത്ത് പോയി ജീവിച്ച ആൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവണില്ലേ? എന്നതുപോലെ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു സവ്വറുണ്ട്, ഒരു രൂപപ്പെടുത്തലുണ്ട്, ഒരു പരുവപ്പെടുത്തലുണ്ട്. അതുകൂടി ചെയ്തു. അത് അവിടുന്ന് കഴിഞ്ഞിരിക്കണമെന്നാണ്. ഇവിടെ നമ്മൾ ഈ പറയുമ്പോൾ ഇതൊക്കെ എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഈ ഭൂമിയിൽ കൂടി ജീവിക്കാനുള്ള ഈ സവ്വർ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ ഉരുവപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. അല്ലാതെ ഇത് കുറേ കാലം കണ്ടിട്ട് ഇങ്ങനെ ഒരു ജീവി ഇങ്ങനെ പരിണമിച്ച് അങ്ങനെ പോയതിനെക്കുറിച്ചല്ല ഈ ഖുർആൻ പറയുന്നത്. ഖുർആൻ ഈ പറയുന്നത് വേറെ വ്യക്തമായ ഒരു കാര്യമാണ്. അത് ഈ ഘട്ടത്തിൽ തന്നെയും അതിൻ്റെ സവ്വർ നടന്നിട്ടുണ്ട്. സുമ്മക്കുൽന, പിന്നെ നാം പറഞ്ഞു, ലിൽ മലായിക്കത്തി, മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യണം. മലക്കുകളോട് അല്ലാഹു ഈ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ അൽ-ബഖറയിൽ കണ്ടു. അത് മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു കാഴ്ച കിട്ടും. ആദം ഇന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ അത് ഊന്നൽ എന്താ ചോദിച്ചാൽ, ഈ മനുഷ്യൻ്റെ ശത്രു എങ്ങനെ ഈ പിശാച് ആയിത്തീർന്നു എന്നതിലേക്ക് നമുക്കിങ്ങനെ വരാം. മറ്റൊടുത്ത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്താ ചോദിച്ചാൽ, ഈ മലക്കുകൾ ആ സൃഷ്ടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആശങ്കകളൊക്കെ പങ്കുവെക്കുന്നതാണ് കൂടുതൽ. ഓരോ ഭാഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക. അപ്പോൾ ഈ ആദമ ഫസജദു, അവർ സുജൂദ് ചെയ്തു, ഇല്ലാ ഇബിലീസ് അല്ലാത്തവരൊക്കെ ആരൊക്കെയാണോ ആ ഉത്തരവ്, ആ സുജൂദ് ചെയ്യാൻ ഉത്തരവിൽ ഉൾപ്പെട്ടത്, അവർ മുഴുവൻ സുജൂദ് ചെയ്യും. ഇബിലീസ് അതിൽ
നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. ലം യക്കും മിന സാജിദീന്, സുജൂദ് ചെയ്തവരിൽ ഈ ഇബ്ലീസിനെ ഞാൻ കണ്ടില്ല. അത് ഇബ്ലീസിന് അവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കാനുള്ള കാരണമാണ്. എന്താണ് അതിന് ആ ചങ്ങാതി പറഞ്ഞ ന്യായങ്ങൾ? അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് എന്താണ് അള്ളാഹു കൊടുത്തത്? എന്താണ് അതിൻ്റെ ഇനി കാരണങ്ങൾ? അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കാണ് ഇനി അടുത്ത ആയത്തുകളിലൂടെ നമ്മൾ പോവുക. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.